പൊറോട്ടിക്കണം ഒരു സൈഡിൽ ആദ്യത്തെ IPS വനിതാ ഉദ്യോഗസ്ഥയാണ്, ആദ്യത്തെ DGP വനിതാ ഉദ്യോഗസ്ഥയാണ്, ജയിൽ ADGP. ഇങ്ങനെ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ച ഒരു സ്ത്രീരത്നമാണ്. ആ വനിത നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ പാർട്ടിയിൽ വരുന്നത്. നമ്മുടെ പാർട്ടി എന്താണെന്നും മേലാണെന്നും അത്രയ്ക്ക് വീണ്ടും ഒരു സ്ഥാനം തുടർഭരണം കൊടുത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത്രയ്ക്ക് വിഡ്ഢികളായിരുന്നു കേരളത്തിലെ ജനങ്ങൾ. കിറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന AAY സ്കീമിൽ പെട്ടതാണ്. കേന്ദ്ര സർക്കാരാണ് 35 കിലോ ധാന്യം, അരി എല്ലാം പാവപ്പെട്ടവർക്ക്, മഞ്ഞ കാർഡ് ഉടമകൾക്ക് 2 രൂപയ്ക്കോ 1 രൂപയ്ക്കോ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അത് മുഴുവനും ഇത് ഞങ്ങളുടെ സർക്കാർ ചെയ്തതാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാമോ, നമ്മുടെ വെള്ളപ്പൊക്കം 2018-ലും 19-ലും ഒക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ചിരിച്ച വ്യക്തികൾ ഈ മന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് സന്തോഷമായിരുന്നു ജനങ്ങളുടെ യാതന കണ്ട്. ഓഖിയിൽപ്പെട്ട് വലഞ്ഞ ജനങ്ങളുടെ യാതന കണ്ട് ചിരിച്ചിരുന്ന. കാരണം അവർക്ക് പിരിക്കാമല്ലോ, എല്ലാവർക്കും പണം തിരിച്ചെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും വിദേശത്തും ഒക്കെ പണം വാരിക്കോരി എടുത്തുകൊണ്ട് അവർക്കത് ഇഷ്ടംപോലെ ചെലവാക്കാനുള്ള, അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി ചെലവാക്കാനുള്ള ഒരു വ്യഗ്രത. അതുപോലെ വീട് നഷ്ടപ്പെട്ട വയനാട് ദുരന്തം വന്നപ്പോൾ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി PMKY പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന പദ്ധതിയിൽ നിന്ന് കിട്ടിയ പല പണവും യാതൊരു അർഹതയും ഇല്ലാത്ത കുറെ LDF പ്രവർത്തകർക്ക് വീതിച്ച് നൽകുകയായിരുന്നു. ഒരു നഷ്ടവും ഉണ്ടാകാത്ത കുറെ CPM-കാരന് 4 ലക്ഷം 5 ലക്ഷം രൂപയും കിട്ടി, പെൻഷനും കിട്ടിയപ്പോൾ വീട് നഷ്ടപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. ഇതുപോലെയുള്ള ഒരു ഭരണം മനസ്സിലാക്കാൻ പറ്റാത്ത ജനങ്ങളെ നമ്മൾ എന്താണ് പറയേണ്ടത്? കേരളത്തിലെ ഇപ്പോഴും ഈ നമ്മൾ പറയുമല്ലോ അന്തം കമ്മി അല്ലെങ്കിൽ കൊങ്ങികൾ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതി ശരിക്കും മാറ്റിയേ തീരൂ. അതിന് പകരം നമ്മൾ BJP-ക്കാർ ഒരു ശക്തിയായി ഉയർന്നു വരണം. ഇവിടെ ഇപ്പോ നമ്മുടെ പൊതുകടം നമ്മളിപ്പോ അതിദാരിദ്ര്യ മുക്തമാക്കി എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ ശരിക്കും അതിദാരിദ്ര്യത്തിന്റെ വക്കത്തെത്തി നിൽക്കുകയാണ് ഈ സംസ്ഥാനം പോലും. കഴിഞ്ഞ 5 വർഷമായിട്ട് മോദി സർക്കാർ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് അനുവദിച്ചിട്ടുള്ള 16,000 കോടി രൂപ രാഷ്ട്രീയ ധാർഷ്ട്യത്തിന്റെ പേരിൽ വേണ്ട എന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ചെറിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജനങ്ങൾക്ക് കിട്ടേണ്ട കാശല്ലേ.
16,000 കോടി രൂപ ജന നന്മയ്ക്കായിട്ട്, ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ട്, വികസനത്തിനായിട്ട് പല പദ്ധതികളിലും പെടുത്തി കിട്ടേണ്ടിയിരുന്ന പൈസ അവര് വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞത് എന്തിനായിരുന്നു? ഇതൊരു രാഷ്ട്രീയ നാടകം കളിക്കാൻ. ഇപ്പൊ PM ശ്രീ പദ്ധതിയിൽ ഒരു ദിവസം ഒപ്പുവെക്കുന്നു 1,500 കോടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടല്ല എന്ന വീമ്പളക്കൽ. അതിനുശേഷം പിന്നീട് ഒരു എതിർപ്പ് ആ പാർട്ടിയുടെ അതിനെ മറുവശത്ത് നിന്നുണ്ടാകുന്നു. CPI-ക്കാരെന്തെങ്കിലും എതിർത്ത് പറഞ്ഞപ്പോൾ അത് ശരി, നമ്മളെന്നാ പരിഗണിക്കാം, പിന്നീട് ചെയ്യാമെന്ന് പറയുന്നു. പിറ്റേ ദിവസം പോയി കുറെ പ്രഖ്യാപനങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ പറയുന്നു. പെൻഷൻ, സാമൂഹ്യ പെൻഷൻ കൂട്ടി, 400 രൂപ കൂട്ടി, അതുപോലെ സ്ത്രീകളുടെ പെൻഷൻ 1000 രൂപയാക്കി, ആശാ വർക്കേഴ്സിന് 400 രൂപ ഓണറേറിയം കൂട്ടി എന്നൊക്കെ പറഞ്ഞ് കുറെ വാഗ്ദാനങ്ങൾ, ഇങ്ങനെ പാഴ് വാഗ്ദാനങ്ങൾ ഉന്നയിച്ച് പത്രമാധ്യമങ്ങളുടെ എല്ലാ മുൻ പേജുകളിലും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പരസ്യം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ്. ഇതൊന്നും നടപ്പാക്കാൻ പോണില്ല. കാരണം എത്രയോ കാലമായിട്ട്, 5 വർഷമായിട്ട്, 4.5 വർഷമായിട്ട് ഇതൊന്നും ചെയ്യാതെ കടക്കെടിയിൽ മുങ്ങി നിൽക്കുന്ന, മാസം 7 കോടി രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടത്. ഇപ്പൊ കേരള സർക്കാരിന് കിഫ്ബിക്ക് എടുത്തിട്ടുള്ള വായ്പകൾക്ക് 2,000 കോടി 4,000 കോടി രൂപ എന്ന് പറഞ്ഞ് പലയിടത്തുനിന്നും എടുത്തിട്ടുള്ളതിന്റെ പലിശ നിരക്കിൽ തന്നെ 7 കോടി രൂപയോളം ഒരു മാസം സർക്കാരിന് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുപോലും അടയ്ക്കാൻ പറ്റാതെ നട്ടത്തിരിയുന്ന ഒരു ദുർഭരണമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ സാമ്പത്തിക ചുറ്റുപാട്, നമ്മുടെ സാമ്പത്തിക ചട്ടമൊക്കെ വളരെയധികം നശിപ്പിച്ചുകൊണ്ട് 2021 1.62 ലക്ഷം കോടി കടബാധ്യത ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം 9 വർഷം കഴിഞ്ഞപ്പോൾ 4.4 കോടി, 3 ഇരട്ടിയിലധികമാക്കി. 9 വർഷം കൊണ്ട്, അതായത് ഏകദേശം 60 വർഷത്തോളം ഭരിച്ചിരുന്നതിനേക്കാളും 3 ഇരട്ടിയാക്കി ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കടബാധ്യത ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീഴുന്ന കുട്ടികളുടെ പോലും 1 കോടി രൂപയുടെ കടത്തിലാണ് പിറന്നു വീഴുന്നത് നമ്മൾ നോക്കണം കേരളത്തില്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചേ തീരും. പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായ മാറ്റങ്ങൾ നമുക്കറിയാം. ആദ്യമായിട്ടാണ് നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക്, ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഒക്കെ ആയിക്കോട്ടെ, അവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഒരു പ്രധാനമന്ത്രി നേരിട്ട് ഏതെങ്കിലും ഒരു സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കോവിഡ് വന്ന സമയത്തും നമ്മുടെ അമ്മമാർക്ക് വേണ്ടി ഒരു 1,500 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നു. കിസാൻ സമ്മാന നിധിയിലൂടെ നമുക്ക് സാമ്പത്തിക സഹായിച്ചിട്ടും ഇന്നും വികസനമെത്താത്ത ഈ നമ്മുടെ പ്രദേശങ്ങളിൽ ഇനിയെങ്കിലും വികസനം ഉണ്ടാകണം. നമുക്കറിയാം, ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായങ്ങളാണ് ഓരോ വർഷവും ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത്. അത് പട്ടികജാതി മേഖലയിലാകട്ടെ, വ്യാവസായിക മേഖലയിലാകട്ടെ, പൊതുമരാമത്ത് മേഖലയിലാകട്ടെ, ഏത് മേഖലയിലും ഭരിക്കുന്നത് ആരുമാകട്ടെ, പക്ഷെ സാമ്പത്തിക സഹായങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ രാഷ്ട്രീയ വിരോധത്തിന്റെ മൂലം പല പദ്ധതികളും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകൾ ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. പക്ഷെ ആ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മുടെ അമ്മമാർക്ക് തൊഴിൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങണമെങ്കിൽ, നമ്മുടെ യുവാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങണമെങ്കിൽ അത് നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഇന്ന് PSC പോലും നോക്കുകുത്തിയായിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെയൊക്കെ മക്കള് M.Edും B.Edും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് തുണിക്കടയിൽ പോയി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് ബന്ധുജന നിയമനവും പിൻവാതിൽ നിയമനവും ഒക്കെ കാരണം നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല. 10ാം ക്ലാസ് പോലും പാസ്സാകാത്തവനെ ഇവിടുത്തെ SFIയുടെ നേതാവിന് ജോലി നൽകുമ്പോൾ, അല്ലെങ്കിൽ B.Tech കഴിഞ്ഞവന് B.Tech പാസ്സാകാതെ M.Techന് അഡ്മിഷൻ കൊടുക്കുമ്പോൾ, പക്ഷെ ഇരുട്ടിനെ പോലെ